welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ കേളി ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം CGM റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു 7 സ്റ്റെപ്പ് 10 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും കേളി ഹെയർ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ ഹെയർ കറക്റ്റ് ആ ഒരു ഡെഫിനിഷനിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെയും മൈൻഡിൽ വരും. പക്ഷെ ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തു, ആ ഒരു വാഷ് ഡേയ്സ് ഒക്കെ എങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ചിലർക്ക് ഹെയർ ഫോൾ ഉണ്ടാകും. കൂടുതൽ പേർക്കും ഹെയർ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്, കാരണം നമ്മുടെ ഈസ്ട്രോജൻ ലെവലൊക്കെ കൂടും, പിന്നെ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റിൽ നമുക്ക് എന്താ പറയുക നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഹെയർ ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്, ഹെയർ ഫോൾ ഇല്ല. ഈ പ്രഗ്നൻസി ടൈമിൽ കേളി ഹെയറിൽ ചിലർക്ക് ലൂസായിട്ടുള്ള കേൾസേ ഫോം ചെയ്യത്തുള്ളൂ, ചിലരുടെ കേൾസ് ഭയങ്കര ഡ്രൈ ആവും, പിന്നെ കേൾ ക്ലംസ് ഫോം ചെയ്യുന്നത് തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഹെയറും സ്കാൽപ്പും കുറച്ച് നല്ലതായിട്ട് ഡ്രൈ ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൺ ദ അതർ സൈഡ് ചിലർക്ക് നല്ല ഗ്രീസി സ്കാൽപ്പും ആവും. അത് നമ്മുടെ ആ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഒക്കെ കൊണ്ടാണ് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പം മെയിനായിട്ട് എനിക്ക് പറഞ്ഞു തരണം, നമുക്ക് ഈ വയറൊക്കെ ഉള്ളത് കാരണം കുനിഞ്ഞ് ഒക്കെ കിടന്ന് കുളിക്കാനും ഒക്കെ ഭയങ്കര പാടാണ്, ഹെയർ വാഷ് ചെയ്യാൻ പാടാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ CGM റൊട്ടീൻ ചെയ്യുക. ബാത്റൂമിൽ തന്നെ നിങ്ങളൊരു ചെയറോ സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിയിട്ട് അതിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ. അല്ലാതെ ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുന്നത് നമുക്ക് സ്ട്രെയിൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ഫുൾ റൊട്ടീനായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആദ്യത്തെ കുറച്ച് മാസം ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റർ വരെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൊട്ടീനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റൊട്ടീൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു റൊട്ടീൻ, ഒരു 3 സ്റ്റെപ്പ് റൊട്ടീനായിട്ട് ചുരുക്കുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. കാരണം നമുക്ക് അധിക സമയമൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ നേരം ഇരിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പ്രഗ്നൻ്റ് ആയി ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ടൈമിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൊട്ടീൻ സിമ്പിൾ ആക്കുക. ഒരു ലേസി CGM റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ലേസി ആൻഡ് ഫാസ്റ്റ്, അതായത് ഒരു ലേസി റൊട്ടീനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻ ആയിരിക്കണം. അത് കുറേ നേരം ഹെയർ മാസ്ക് ഒക്കെ ഇട്ടിരിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. വൺസ് ഇൻ എ മന്ത് ഒക്കെ ഹെയർ മാസ്ക് ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു ലേസി ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു CGM റൊട്ടീൻ നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുന്നത് അത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതുപോലെ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നത് വെച്ചാൽ ഞാൻ ഷാംപൂ വാഷ് ചെയ്യും, കണ്ടീഷനിങ് ആൻഡ് സ്റ്റൈലിംഗ് ചെയ്യാറുണ്ട്. സ്റ്റൈലിങ്ങിന് വേണ്ടി ഞാൻ ഒരു പ്രോഡക്റ്റേ യൂസ് ചെയ്യുള്ളൂ. ഷാംപൂ കണ്ടീഷനിങ് എല്ലാവരും യൂസ് ചെയ്തതല്ലേ, സ്റ്റൈലിങ്ങിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും സ്റ്റൈലിംഗ് ക്രീം അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണർ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രമേ യൂസ് ചെയ്യൂ. പിന്നെ വൺസ് ഓർ ട്വൈസ് ഇൻ എ മന്ത് ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഒരുപാട് എല്ലാ വാഷിലും ഞാൻ എന്താ പറയുക തലയിൽ എണ്ണ തേക്കാറില്ല. വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ദിവസമായിരിക്കും ഞാൻ ചിലപ്പോൾ റീസെറ്റ് വാഷും ചെയ്യുന്നത്. റീസെറ്റ് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് റീസെറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ വാഷ് ഡേ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഷാമ്പൂവിന് പകരം കൂടുതലും ഷാമ്പൂ ബാറാണ് എൻ്റെ ഹെയർ വാഷിൽ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്തെടുക്കണം, പിന്നെ മഗ്ഗിൽ ഡൈല്യൂട്ട്, കാരണം ഡൈല്യൂട്ട് ചെയ്താണ് എപ്പോഴും ഞാൻ ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സ്കാൽപ്പിൽ ചരിഞ്ഞ് നിന്നൊക്കെ തേക്കണം. അപ്പോൾ അത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഷാമ്പൂ ബാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ യൂസ് ചെയ്ത ഷാമ്പൂ ബാർ വന്നിട്ട് എർത്ത് ഋതത്തിൻ്റെ ഷാമ്പൂ ബാറാണ് യൂസ് ചെയ്യാൻ. തുറന്ന് കാണിച്ചാൽ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കളറ്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റൂളിലിരിക്കാം, നമ്മുടെ തലയിൽ കുറച്ച് നേരെ തന്നെ ഇരിക്കാം, നമുക്ക് ഇങ്ങനെ ഒരുപാട് കുനിഞ്ഞ് കമ്പന്ന് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാം, നല്ല രീതിയിൽ അത് പതയും ചെയ്യും. ആ പത വരുന്നത് വെച്ച് തന്നെ നമുക്ക് ഹെയറും എല്ലാം വാഷ് ചെയ്ത് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഷാംപൂ ബാർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ മുടി ഓൾറെഡി വെറ്റായതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്ത് റബ്ബ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പത വരാറുണ്ട്. അപ്പോൾ പത വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഫീൽ ആവുമല്ലോ ക്ലെൻസ് ആവുന്നുണ്ട് എന്നുള്ള. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചിട്ട് സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യാം. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പ് റബ്ബ് ചെയ്ത് ക്ലെൻസ് ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ബ്രഷും യൂസ് ചെയ്യാം. ഒരിക്കലും നെയിൽസ് യൂസ് ചെയ്യരുത്.
ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്കാൽപ്പിൽ അപ്പോൾ മുറിവുകളൊക്കെ ഉണ്ടായി പിന്നെ അത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ സ്കാൽപ്പ് ബ്രഷ് അല്ലെങ്കിൽ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് റിൻസ് ചെയ്ത് കളയുക ഷാമ്പൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ഹെയർ വാഷിലും ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ എല്ലാം ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ സ്കാൽപ്പും കുറച്ചൊരു ഡ്രയർ സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ഓൾറെഡി കേളി ഹെയർ ഡ്രൈ ആണ്, പക്ഷേ പ്രഗ്നൻസിയിൽ എൻ്റെ സ്കാൽപ്പൊക്കെ കുറച്ചുകൂടി നല്ല ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നി, സ്കാൽപ്പും ഫേസിലെ സ്കിന്നും എല്ലാം. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ആ ഒരു ഡ്രൈനെസ്, ഓവർ ഡ്രൈനെസ്, ഹെയർ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഈ കൊക്കോസോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, ഇതിൻ്റെ ഈ വാഷാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്രാൻഡിൻ്റെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കേൾ ഡെയിലി ക്ലാരിഫയിങ് വാഷ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ അത് ആ പ്രോഡക്റ്റ് ഡയറക്റ്റ് എൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണ്, അങ്ങനെ ഡൈല്യൂട്ട് ഒന്നും ചെയ്യാറില്ല. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഹെയറിലും കൂടി റിമൈനിങ്സ് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടീഷനിങ് ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടീഷനിങ് സ്കിപ്പ് ചെയ്ത്, ഈവൻ കണ്ടീഷനിങ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ലീവ് ഇൻ കണ്ടീഷണർ, അതായത് ഞാൻ ഇപ്പോൾ വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ അന്ന് ഞാൻ വേറെ കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഡയറക്റ്റ് ലീവ് ഇൻ കണ്ടീഷണറോ അല്ലെങ്കിൽ ലീവ് ഇൻ ക്രീമോ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ റൊട്ടീൻ സ്റ്റോപ്പ് ചെയ്യാണ്, ഹെയർ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഈ കാണിച്ചിരുന്നതിൽ ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞു ആഷിബയുടെ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഗുഡ്നെസ്സിൻ്റെ പ്രോഡക്ട്സ്, പിന്നെ എർത്ത് റിതമിൻ്റെ ഷാംപൂ ബാർ, അങ്ങനെയൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം കണ്ടീഷണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കണ്ടീഷണർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കണ്ടീഷണറും നല്ലതാണ്. അപ്പോൾ ഞാൻ ആഷിബയുടെ കണ്ടീഷണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു കണ്ടീഷണർ നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഷിബയുടെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം ഇത് തീരെ ഹൈ, ഇപ്പോൾ ഒരു 4 മാസത്തിൽ കൂടുതലായി ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നിൽക്കും, ഒരു 4-5 മാസം വരെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആഷിബയുടെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 4-5 മാസം നമുക്ക് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. മുടി ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുള്ള കണ്ടീഷണർ നല്ല രീതിയിൽ തന്നെ ഈവൻലി ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡീറ്റാങ്കിൾ ചെയ്യാം. ഞാനിപ്പോൾ അപ്പോൾ തന്നെ അങ്ങ് ഡീറ്റാങ്കിൾ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഹെയർ സെക്യൂർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെക്കുന്നുണ്ട്, ആ കണ്ടീഷണറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഹെയറിലെ മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിനുശേഷം ഞാൻ ഹെയർ റിൻസ് ചെയ്യുകയാണ്. റിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സ്ക്വിഷ്ഡ് കണ്ടീഷണർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സസ് കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ റിൻസ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു ഡിഫറെൻ്റ് ആണ്, ഞാൻ അങ്ങനെ മുടി തോർത്താറില്ല എൻ്റെ CGM റൊട്ടീനിൽ. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുടി ഒന്ന് തോർത്തുന്നുണ്ട്, പക്ഷേ ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് എക്സസ് വാട്ടറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാം ഹെയറിലുള്ള ഒരു സ്റ്റൈലിംഗ് ആണ് അപ്പോൾ നിങ്ങളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടീഷനിങ് ശേഷം പിന്നെ നമ്മൾ സ്റ്റൈലിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈലിങ്ങിന് ഞാൻ ഏതെങ്കിലും ഒരു ലീവ് ഇൻ ക്രീമോ അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണറോ ഉപയോഗിക്കത്തുള്ളൂ. കൂടുതലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആഷിബയുടെ ലീവ് ഇൻ കണ്ടീഷണറാണ്. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്, കണ്ടോ. ആഷിബയുടെ ഈ ഒരു ലീവ് ഇൻ കണ്ടീഷണറാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതോടെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജെല്ലും കാര്യങ്ങളും ഒന്നും അങ്ങനെ CGM റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ എയിം എന്ന് വെച്ചാൽ കേൾസിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പുറത്തോ ഒന്നും അങ്ങനെ അധികം പോകാറുണ്ടായിരുന്നില്ല പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ എൻ്റെ വാഷ് ഡേയ്സും എനിക്ക് അതനുസരിച്ച് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി ഒരുപാട് മുടി അഴുക്കാവോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതായത് ഞാനിപ്പോൾ ആഴ്ച 1 ദിവസമോ 2 ദിവസമൊക്കെ മാക്സിമം ഹെയർ വാഷ് ചെയ്യത്തുള്ളായിരുന്നു. ഒരു 2 മിനിറ്റ് പ്ലോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വിടുകയാണ്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രൈ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു തിക്കർ ക്ലംസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫിംഗർ കോയിലിംഗ് ഒക്കെ ചെയ്യാം സ്റ്റൈൽ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു ഡാം ഹെയറിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും എനിക്കൊരു ഫൈൻ കേൾ ക്ലംസ് ആണ് കൂടുതലും ഫോം ചെയ്യാറുള്ളത്. പിന്നെ എക്സസ് വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫ്യൂസർ യൂസ് ചെയ്തും ഡ്രൈ ചെയ്യാം, കാരണം വെള്ളം ഇരുന്ന് പിന്നെ പനിയൊന്നും ആവണ്ടല്ലോ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് SOTC ചെയ്യാം. SOTC ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബെയർ അനാട്ടമിയുടെ ഒരു ഹെയർ സിറമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുടിയിലെ ഫ്രിസ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും ഈ ഒരു ഹെയർ സിറം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചെറിയ നനഞ്ഞ മുടിയിൽ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പം ഞാൻ SOTC ചെയ്യാനായിട്ട് മെയിൻലി ഈ സിറംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഹെയറിൻ്റെ റിസൾട്ട്. അത്യാവശ്യം നല്ല ഷൈനി ആയിട്ടുള്ള കേൾസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ഡേയ്സ് വരെ മാക്സിമം നിൽക്കും ഈ ഒരു കേൾ സ്ട്രക്ചർ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അതായത് ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ ബോണറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേൾ സ്ട്രക്ചർ നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ചെറിയ രീതിയിലൊക്കെയുള്ളൊരു ഫ്രിസ്നെസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും വലിയതായിട്ട് എടുത്തറിയത്തില്ല. കണ്ടോ, എനിക്ക് അവിടെയൊക്കെ ചെറിയൊരു ഫ്രിസ്നെസ് ഉണ്ട്, പക്ഷേ എന്നാലും കേൾസൊക്കെ ഓൾമോസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഡിഫൈൻഡ് ആണ്, മോയ്സ്ചറൈസ്ഡും ആണ്.
കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു കേൾ ക്രീമിലോ അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണറിലോ ഇൻവെസ്റ്റ് ചെയ്യുക. ലൈക്ക് ആഷിബ, മെയിൻറ്റെയിൻ അല്ലെങ്കിൽ കേളപ്പ്, അങ്ങനെ ഏതെങ്കിലും നല്ലൊരു കേൾ ക്രീം നിങ്ങൾ വാങ്ങിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മാത്രം മതിയാവും. അത്യാവശ്യം നല്ല ഡെഫിനിഷനിൽ നിങ്ങൾക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കിടക്കും. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ കുറച്ചൊരു ഡ്രയർ, എൻ്റെ സ്കാൽപ്പും ഹെയറും എല്ലാം ഒരു ഡ്രയർ സൈഡ് ആയതുകൊണ്ട് ഞാൻ കൂടുതലും കോ വാഷിംഗ് ആണ് ചെയ്തത്. അപ്പോൾ സ്കാൽപ്പ് ഡ്രൈനെസ് ഒക്കെ എനിക്കത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു. എപ്പോഴും ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചിലർക്ക് പനി, ജലദോഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻസിയിൽ കയറി വരാം, അല്ലെങ്കിൽ അതിനുള്ള റിസ്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള വാട്ടർ എല്ലാം അബ്സോർബ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡിഫ്യൂസർ ഉണ്ടെങ്കിൽ, ഡിഫ്യൂസർ അറ്റാച്ച്മെൻ്റ് ഉള്ള ഡ്രയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാനാണെങ്കിലും നല്ല മഴയുള്ള ദിവസങ്ങളിൽ, കാരണം കേരളത്തിൽ മഴയായിരുന്നല്ലോ ഈ ടൈമിലെല്ലാം, അപ്പം നല്ല മഴയുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഹെയർ വാഷ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു കുളിക്കുന്നതെല്ലാം കുറച്ച് രാവിലെ ആയിരുന്നു ഞാൻ കുളിക്കുന്നത്. ഇൻ കേസ് എനിക്ക് എയർ ഡ്രൈയിങ് ആണ് വേണ്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് കുളിക്കും, ഹെയർ സ്റ്റൈൽ ചെയ്ത് അങ്ങനെ ഇട്ടേക്കും. അപ്പം വെയിലത്തൊക്കെ നിന്നങ്ങ് ഉണങ്ങിക്കോളും, നമ്മുടെ ആ ഒരു നാട്ടിലെ ചൂടടിച്ച് മൂടി ഉണങ്ങിക്കോളും അല്ലേ. ഇൻ കേസ് നിങ്ങൾ കുറച്ചൊരു തണുപ്പുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാൻ പാനിപ്പെട്ടായിരുന്നെങ്കിൽ അവിടെ വിൻ്ററാണ്, നല്ല തണുപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിഫ്യൂസർ യൂസ് ചെയ്യുക, അതാണ് നല്ലത്. മുടി അങ്ങ് ഉണങ്ങിക്കോളും. അല്ലാതെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ടൈമിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റ്സോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ കഴിക്കാനൊന്നും പറ്റത്തില്ല. അത്ര കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂ. റീസെറ്റ് വാഷ് ഞാൻ പറഞ്ഞു, ഓയിലിംഗ് ചെയ്യുന്ന ആ ഒരു ദിവസം ഞാൻ റീസെറ്റ് വാഷ് ചെയ്യും. അതൊന്നെങ്കിൽ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത്. എന്തായാലും മാസത്തിൽ 2 തവണ കൂടാറില്ല. കാരണം ഞാൻ കുളിക്കുന്ന തല നനയ്ക്കുന്നതിൻ്റെ എണ്ണം കുറവാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ഞാൻ ചിലപ്പോഴൊക്കെ തല നനച്ചിട്ടുള്ളൂ. ഒന്നാമത് ഞാൻ പറഞ്ഞു വീട്ടിലാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കോ വാഷിംഗ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഹെയർ മാസ്ക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. ഹെയർ സ്പാ ഒക്കെ പുറത്ത് പാർലറിലൊക്കെ പോയി ചെയ്യാം. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഒരു മസാജും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു റിലാക്സ്ഡ് ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ഇൻ എ വൈൽ ഹെയർ സ്പാ ഒക്കെ ചെയ്യാൻ ഒന്നെങ്കിൽ വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പാർലറിൽ പോയി ചെയ്യാം. ഞാൻ പുറത്ത് പാർലറിൽ പോയി ഞാൻ നല്ല മസാജിങ് ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ അമ്മ ഹെന്ന ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഹെന്ന മാസ്ക്, എപ്പോഴൊന്നും അല്ല, ഇടയ്ക്ക് വളരെ റെയറായിട്ട് ഒരു 1-2, ഇപ്പം തന്നെ ഈ പ്രഗ്നൻസി എനിക്കിപ്പോൾ 9 months സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഒരു 2-3 വട്ടമൊക്കെ ഹെന്ന ഇട്ടിട്ടുണ്ട് ഹെയറിൽ. അങ്ങനെ അങ്ങനെ നാച്ചുറൽ ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെയറിൽ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ താളി, നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഹെയറിൽ, കേളി ഹെയറിലൊക്കെ നല്ലതാണ്. നമ്മുടെ ഹെയറിന് ഡ്രൈനെസ് ഒക്കെ മാറ്റാനും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ചെമ്പരത്തി താളി നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാവരും സാറ്റിൻ പില്ലോ കേസിൽ കിടക്കുക. പിന്നെ ഹെയർ ബോണറ്റ് ഉണ്ടെങ്കിൽ ബോണറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ബോണറ്റ് യൂസ് ചെയ്യാറുണ്ട്. ബോണറ്റ് യൂസ് ചെയ്യുന്നതിന് എനിക്ക് 2 ഗുണങ്ങളാണ് തോന്നിയത്. അത് ഹെയറിന് ഫ്രിസ്നെസ് കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെവിയും കൂടി കവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ചെവിയിൽ അധികം കാറ്റൊന്നും കയറത്തില്ല. തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സെക്യൂർഡ് ഫീൽ തോന്നും. അപ്പോൾ എനിക്കതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സാറ്റിൻ ബോണറ്റും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ്റിൻ പില്ലോയിലായിട്ട് കൂടുതൽ ഞാൻ സാറ്റിൻ ബോണറ്റ് ആയിരുന്നു ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കൂടുതലും യൂസ് ചെയ്തിരുന്നത്. ഈ സാറ്റിൻ ബോണറ്റ് നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും നമുക്ക് ചെയ്യാം. കാരണം നമ്മുടെ ഹെയർ ആ ഒരു ടൈമിലും നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ പോയിന്റും പറഞ്ഞു. നിങ്ങളെൻ്റെ വാഷ് ഡേ റൊട്ടീൻ കണ്ടു, ഒരു ലേസി വാഷ് ഡേ റൊട്ടീൻ. ഇതിലും ലേസി ആക്കാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ കോ വാഷിംഗ് ആൻഡ് സ്റ്റൈലിംഗ് മാത്രം ചെയ്യുകയാണെങ്കിൽ, കോ വാഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീവ് ഇൻ ക്രീമും യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതായിരുന്നു ഞാൻ എൻ്റെ കേളി ഹെയറിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ചെയ്തിരുന്നത്. ഹെയർ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങളുടെ ഹെയർ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. ചിലർക്ക് ഇപ്പം മുന്നേ കെട്ടിക്കൊണ്ടിരുന്ന ഡെഫിനിഷനൊന്നും ചിലപ്പോൾ പ്രഗ്നൻസിയിൽ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു കേൾസ് ഒക്കെ കുറച്ച് ലൂസ് ആവും, ഇലോങ്ങേറ്റഡ് ആവും. അപ്പോൾ എൻ്റെത് കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടും ലൂസായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വറിയാണ്ട, ആഫ്റ്റർ ഡെലിവറി ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പിന്നെ ആഫ്റ്റർ ഡെലിവറി ചിലപ്പോൾ ചിലർക്ക് കുറച്ച് കൂടുതൽ മുടി കഴിച്ചിലൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ താഴ്ന്നതിൻ്റെയും ഒക്കെയാണ്. ഇപ്പം നമുക്ക് ഹോർമോൺസ് ഒക്കെ ഈസ്ട്രജനൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് നല്ല ഹെയർ ഗ്രോത്തും നല്ല തിക്കർ ഹെയർ ആവും ചിലരുടേത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഹെയറിൻ്റെയും സ്കാൽപ്പിൻ്റെയും ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഇപ്പോൾ എൻ്റെ ഹെയർ വന്നിട്ട് ഒരു ഡ്രയർ സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും കോ വാഷിംഗ് ഈ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുടിയെ മനസ്സിലാക്കി പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ശ്രുതി.